നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നളചരിതം 4-ാം ദിവസം. ഇന്നത്തോടെ നളചരിതം അവസാനിക്കും കേട്ടോ. ഞാൻ പറയുന്നു, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ നിർത്തി? കാട്ടിൽ വെച്ച് രണ്ടാളും ദമയന്തിയും നളനും വേർപിരിഞ്ഞു. അങ്ങനെ പോയ ദമയന്തി ഒരു കൂട്ടം കച്ചവടക്കാർ വരണവരുടെ കൂട്ടത്തിൽ നടന്ന് സ്വന്തം രാജ്യത്തെത്തി. കുട്ടികളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് സ്വന്തം മാതാപിതാക്കളോടൊപ്പം രാജകൊട്ടാരത്തിലെത്തി സമാധാനമായിട്ട് ജീവിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആരും ഉപദ്രവിക്കാനൊന്നുമില്ല. പക്ഷെ നളനെ പറ്റിയുള്ള വിചാരം കൊണ്ട് ദമയന്തി ഒരുപാട് വിഷമിക്കുകയാണ്. അങ്ങനെ അപ്പം ആ സമയത്ത് നളനെന്ത് പറ്റി? നളനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടുതീയിൽപ്പെട്ടൊരു സർപ്പം വിഷമിക്കുകയാണ്. ആ സർപ്പത്തിൻ്റെ പേരാണ് കാർക്കോടകൻ. ആ സർപ്പത്തിനെ നളൻ എന്ത് ചെയ്തു? അതിസാഹസികമായിട്ട് ഈ സർപ്പത്തെ അങ്ങ് രക്ഷിച്ചു. കാർക്കോടകനെ രക്ഷിച്ചു അഗ്നിയിൽ നിന്ന്. പക്ഷേ രക്ഷിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് കാർക്കോടകൻ നളനെ പിടിച്ചൊരു കൊത്തങ്ങോട്ട് കൊത്തി. അയ്യോ! ജീവൻ രക്ഷിച്ച നളനെ ആ സർപ്പം വിഷമേൽപ്പിച്ചു. അങ്ങനെ കാർക്കോടകൻ്റെ വിഷം ശരീരത്തെല്ലാം കണ്ട് വ്യാപിച്ചപ്പോൾ നളനങ്ങോട്ട് വിരൂപനായി. എങ്ങനെ വിരൂപനായി? വിഷം കണ്ട് ശരീരത്തിൽ കലർന്ന് വെളുത്ത് സുന്ദരനായിരുന്ന നളൻ കറുത്ത കരി നീല കട്ടയായി നിറം. കാണുന്നവർക്ക് കണ്ണുകളൊക്കെ ചുമന്നു. കാണുന്നവരിൽ ഭീതി വളർത്തുന്ന പോലെ ഒരാളെ. എന്നിട്ട് അദ്ദേഹം നടന്ന് കാർക്കോടകൻ അഴഞ്ഞുപോയി. വിരൂപനായ നളൻ ഇങ്ങനെയും പോയി. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നടന്ന് കച്ചവടക്കാരോടൊത്ത് നടന്ന് ഋതുപർണൻ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അടുത്ത് ചെന്നെത്തി. ആ രാജകൊട്ടാരത്തിൽ ഈ വിരൂപനായ നളൻ ഒരു കുതിരക്കാരനായിട്ട് ജീവിച്ചു. കുതിരയെ നോക്കലാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഭക്ഷണത്തിനൊന്നൊരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ നളൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുണ്ടായി? ഈ ദമയന്തിയുടെ അച്ഛനും പലരും നളനെ അന്വേഷിച്ച് ഇങ്ങനെ 4 ഭാഗത്തേക്ക് ആൾക്കാരെ വിടുന്നുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവരെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു തോഴി, ആ തോഴി എന്ന് പറഞ്ഞാൽ ദമയന്തിയുടെ തോഴിയാണ്. പക്ഷെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേറെ മറ്റു പലരുമായിട്ട് ഋതുപർണ രാജാവിൻ്റെ രാജകൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ നോക്കി പലരുമായിട്ട് നിൽക്കുമ്പോൾ കുതിരാലയത്തിൽ നിൽക്കുന്ന ഒരാൾ വളരെ വിരൂപനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അയാളുടെ എടുപ്പും നടപ്പും പല പ്രാവശ്യം നളനെ കണ്ടിട്ടുള്ള ആളാണ് ഈ തോഴി. ഈ തോഴിക്ക് തോന്നി ഇയാളുടെ നിറം മാത്രം ഇങ്ങനെ വിരൂപതയുള്ളൂ, ബാക്കി ആ നിറം പഴയ പോലെ വെളുത്ത നിറമാണ്. ഇത് നളൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്താ പറ്റിയ ഇയാൾക്ക് ഇങ്ങനെ നിറം വരാനായിട്ട്? അത് നളനാണെന്ന് ആ തോഴിക്ക് അങ്ങോട്ട് തോന്നി. വേഗം വന്നിട്ട് ഇവിടെ വന്നിട്ട് ദമയന്തിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടു, പക്ഷെ അയാൾ നളനാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല, അത്രയ്ക്ക് വിരൂപന. വിഷം ബാധിച്ചിട്ട് ഇരുണ്ട കറുത്ത നിറം, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് അറിയില്ല. അദ്ദേഹത്തിനെ ഒന്ന് നമുക്ക് നമ്മുടെ കൊട്ടാരത്തിലേക്ക് വരുത്താനൊക്കെ ആയിട്ട് എന്താ വഴി? അങ്ങനെ ആലോചിച്ചു, തോഴിയായിട്ട് ആലോചിച്ചു, രാജമാതാവായിട്ട് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അങ്ങോട്ട് വിളംബരം ചെയ്തു. അപ്പോൾ ഈ ഋതുപർണ രാജാവ് ദമയന്തിയുടെ സ്വയംവരത്തിന് പോയിട്ടുണ്ട്. ദമയന്തി അന്ന് ഋതുപർണ രാജാവിനെ സ്വീകരിച്ചില്ല. ഇപ്പം ദമയന്തി ഭർത്താവുമൊക്കെ ആയിട്ട് വേർപിരിഞ്ഞ് സ്വന്തം കൊട്ടാരത്തിൽ വന്നു. ദമയന്തിയെ കിട്ടുകയാണെങ്കിൽ ദമയന്തിക്ക് ഇന്നേക്ക് 3-ാം ദിവസം ദമയന്തിക്ക് സ്വയംവരമാണെന്ന് അങ്ങോട്ട് പരസ്യപ്പെടുത്തി എടുത്തു കൊടുത്തേച്ചു ഋതുപർണനെ. രാജമാതാവും കൂടി അറിഞ്ഞിട്ടാണ്. അങ്ങനെ അറിഞ്ഞിട്ട് ഇവിടെ എടുത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് ദമയന്തിക്ക് സ്വയംവരോ? ഇപ്പം പോവുകയാണെങ്കിൽ ഇപ്പം നളനില്ല, നാളെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് പോയില്ലോ കാട്ടിക്കൂടാൻ. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ദമയന്തി തന്നെ മാലയിട്ട് സ്വീകരിച്ചാലോ, തനിക്ക് ദമയന്തി ഭാര്യയെ കിട്ടില്ലേ, തൻ്റെ മോഹം കൂടെ സാധിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഋതുപർണ പക്ഷേ ഒരു കാര്യമാണ്, അവിടെ കുണ്ഠിനപുരിയിലെ ദമയന്തിയുടെ സ്വയംവരം നടക്കുന്നത്. ആ കുണ്ഠിനപുരിയിലേക്ക് നാളത്തെ കഴിഞ്ഞ് ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. 24 മണിക്കൂർ കൊണ്ട് രഥമോടിച്ച് അവിടം വരെ എത്തണം എന്നുണ്ടെങ്കിൽ അത്ര അസാമാന്യമായ വേഗത്തിൽ രഥം ഓടിക്കണം.
അല്ലാതെ കണ്ട് പറ്റില്ല. അതുകൊണ്ട് എന്താ ചെയ്യണേ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കണ സമയത്ത് ഇവനെ ഈ വിരൂപനായ നളനെ ആ നളനെ തന്നെ തേരാളിയാക്കിയിട്ട് പോകാൻ. അപ്പം അയാൾ പറഞ്ഞു, അവിടെ കൊണ്ട് എത്തിക്കണ കാര്യം ഞാൻ ഏറ്റു, എനിക്കറിയാം. എങ്ങനെ എന്തറിയാൻ പറ്റും, എനിക്ക് അശ്വഹൃദയ വിദ്യ അറിയാമെന്ന് പറഞ്ഞു. അശ്വഹൃദയ വിദ്യ നളൻ രാജാവിനെ അശ്വഹൃദയ വിദ്യ പഠിപ്പിച്ചു. പകരം അശ്വഹൃദയ വിദ്യ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസാമാന്യമായ വേഗത്തിൽ പോകാനായിട്ട് അശ്വഹൃദയ വിദ്യ ഉള്ളവർക്ക് രാജാവിനെ പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ ഈ വിദ്യ ഉപയോഗിച്ച് പെട്ടെന്ന് അങ്ങയെ കുണ്ടിനപുരിയിലെത്തിക്കാം എന്ന്. അപ്പോൾ ആഹാ, പമ്പിട്ടുക്കനാണല്ലോ, അശ്വഹൃദയ വിദ്യയൊക്കെ അറിയാമല്ലേ. എന്തായാലും അത് പറഞ്ഞു തരികയും ചെയ്തു എനിക്ക്. അങ്ങനെ അത്ര മിട്ടുക്കനാവണ്ട, അവനും എന്തെങ്കിലും ഒരു വിദ്യ ഞാനും പറഞ്ഞു കൊടുക്കാം, എനിക്കുണ്ട്, എൻ്റെ കയ്യിലുണ്ട് കുറേ വിദ്യകളൊക്കെ എന്ന് കരുതിയിട്ട് അശ്വഹൃദയ വിദ്യ രാജാവിന് പഠിപ്പിച്ചു കൊടുത്തതിന് പകരമായിട്ട് അക്ഷഹൃദയ വിദ്യ ഇങ്ങോട്ട് നളന് പഠിപ്പിച്ചു കൊടുത്തു രാജാവ്, ഋതുപർണ രാജാവ്. അക്ഷഹൃദയ വിദ്യ പഠിപ്പിച്ചത് എന്താ വെച്ചാൽ മരത്തിൽ നിൽക്കുന്ന ഇലകളൊക്കെ എത്രയുണ്ടെന്ന് ഒരൊറ്റ നോട്ടത്തിൽ അങ്ങോട്ട് എണ്ണാൻ പറ്റും. അക്ഷഹൃദയ വിദ്യ പഠിച്ചു കൊടുക്കുക. രാജാവ് ഈ അക്ഷഹൃദയ വിദ്യ ഈ ബാഹുകൻ എന്നാണ് ഈ തേരാളിയുടെ പേര്. അതായത് വിരൂപനായ നളൻ്റെ പേര് ബാഹുകൻ എന്നാണ്. കറുത്ത നിറം, ഇരുണ്ട നിറം, ചുമന്ന കണ്ണ്, കാണുന്നവർക്ക് ഭയം തോന്നുന്ന ഒരു വിരൂപനായി നളൻ. ആ നളൻ്റെ പേരാണ് ബാഹുകൻ. ഋതുപർണ രാജാവിനെയും കൊണ്ട് അശ്വഹൃദയ വിദ്യ അനുസരിച്ച് രഥം ഓടിച്ച് അവിടേക്ക് എത്തിച്ചു. അതിന് പകരമായിട്ട് രഥത്തിൽ ഇരുന്നുകൊണ്ട് ഋതുപർണ രാജാവ് അവിടെ ഇറങ്ങാൻ നേരത്ത്, നീ അങ്ങനെ അശ്വഹൃദയ വിദ്യ എനിക്ക് പറഞ്ഞു തന്നു വെച്ചിട്ട് വെറുങ്കിയോടെ പോണ്ട എന്നും പറഞ്ഞിട്ട് അക്ഷഹൃദയ വിദ്യ ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തു. ഈ അക്ഷഹൃദയ വിദ്യ ദിവ്യമായൊരു മന്ത്രമാണ്. ആ മന്ത്രം ബാഹുകൻ അങ്ങ് പഠിച്ചു കഴിഞ്ഞ് അത് ഹൃദിസ്ഥമാക്കി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി എന്നറിയാമോ? ബാഹുകൻ്റെ വേഷമൊക്കെ അങ്ങോട്ട് മാറി, നിറമൊക്കെ അങ്ങോട്ട് മാറി, മട്ടും ഭാവമൊക്കെ അങ്ങോട്ട് മാറി, പഴയ നളനായി മാറി. ഇപ്പം എവിടെ നിൽക്കണത്? ദമയന്തിയുടെ അച്ഛൻ്റെ രാജകൊട്ടാരത്തിൽ. ഋതുപർണ രാജാവ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പേരൊക്കെ ഓടിച്ച് അവിടെ ചെന്നു, സമയത്തിനൊക്കെ എത്തി. പക്ഷേ ഒരു കാര്യം, അവിടെ ദമയന്തിയുടെ സ്വയംവരത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളും ഇല്ല, ആരും വന്നിട്ടില്ല. അലങ്കാരങ്ങളോ പന്തലുകളോ രാജകൊട്ടാരം കമനീയമാക്കുകയോ ഇതൊന്നും ചെയ്തിട്ടില്ല. തോഴിയൊരെഴുത്ത് കൊടുത്തയച്ചല്ലേ ഉള്ളൂ, ഇയാൾ വരുമോ? ഇത്ര വേഗത്തിൽ തേരോടിച്ച് ഇവിടെ എത്താൻ ഋതുപർണ രാജാവിന് സാധിക്കണമെങ്കിൽ തോഴി അവിടെ കണ്ട ആ വിരൂപൻ, സംശയം തോന്നിക്കേ അത് നളനാണോന്ന്. അത് നളനാണെന്നുണ്ടെങ്കിൽ നളൻ ഋതുപർണ രാജാവിനെയും കൊണ്ടുപെട്ട വരും, ഉറപ്പാ. നളനല്ലാതെ മറ്റൊരാൾക്കും ഇത്ര പെട്ടെന്ന് തേരോടിച്ച് കുണ്ഠിനപുരിയിലെത്താൻ പറ്റില്ല. അതാണ് ദമയന്തിയുടെ ഒരു കണക്കുകൂട്ടൽ രാജമാതാവിൻ്റെ. അവരുടെ കണക്കൊക്കെ ശരിയായി. അത് ബാഹുകൻ എന്ന പേരിൽ ജീവിച്ചിരുന്നത് നളനായിരുന്നു, വിരൂപനായിരുന്നു. അശ്വഹൃദയ വിദ്യ ഉപയോഗിച്ച് ഋതുപർണ രാജാവിനെ കുണ്ഠിനപുരിയിലെത്തിച്ചു. അവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അക്ഷഹൃദയ വിദ്യ ഋതുപർണ രാജാവ് നളന് ഉപദേശിച്ചു. ആ ദിവ്യമന്ത്രം ഉള്ളിൽ അങ്ങോട്ട് ഗ്രഹിച്ച് അകത്തെത്തിക്കഴിഞ്ഞപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന കാലിക്ക് അവിടെ നിൽക്കാമെന്ന് പറത്തില്ല, ചുട്ടുകൊള്ളും. ദിവ്യമന്ത്രമാണ്, പുറത്താ കടന്നു. കലി അങ്ങോട്ട് പോയോടുകൂടിയിട്ട് എന്തുണ്ടായി? ബാഹുകൻ നളൻ്റെ ശരിയായ രൂപത്തിൽ അവിടെ കുണ്ഠിനപുരിയിലെത്തി.
കുണ്ഠിനപുരിയിലെത്തിയ വഴിക്ക് തോഴി പറഞ്ഞു, ദാ നിൽക്കണത് ആരാന്ന് നോക്കൂ, ആ കുതിരയെ തലോടിക്കൊണ്ട് നിൽക്കണത് ആരാ? ഋതുപർണ മഹാരാജാവ് വന്ന രഥത്തിൽ ആ കുതിരയെ ഓടിച്ചു കൊണ്ടുവന്ന് കുതിരയും തലോടിക്കൊണ്ട് അവിടെ നിൽക്കണത് ആരാന്ന് നോക്കൂ. പുറകിൽ നിന്ന് നോക്കിയപ്പോൾ ദമയന്തിക്ക് മനസ്സിലായി, തൻ്റെ ഭർത്താവായ നളൻ തന്നെയാണത്, വേറെ ആരുമല്ല. അദ്ദേഹം അവിടെ ചെന്ന് ആര്യപുത്ര എന്നൊന്ന് വിളിച്ചു. ഇവിടെ എന്നാ ഇത് ദമയന്തിയുടെ ശബ്ദമാണല്ലോ എന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്താ ദമയന്തിയാണ്. അങ്ങനെ ദമയന്തിയും, അയ്യോ ആര്യപുത്ര, ദമയന്തി നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ അന്വേഷിച്ച് എവിടെല്ലാം നടന്നു. നമ്മളന്ന് കാട്ടിൽ വെച്ച് വേർപെട്ടു പോയില്ലേ? അതിനുശേഷം നിന്നെ തേടി ഞാൻ എവിടെല്ലാം നടന്നു. ഇതിനോടിടയ്ക്ക് എനിക്ക് പലരുമായിട്ട് കാർക്കോടകൻ എന്ന് പറഞ്ഞൊരു സർപ്പം എന്നെ കടിച്ചു. ഞാൻ വിരൂപനായിരുന്നു. ഞാൻ എന്നിട്ട് ഋതുപർണ രാജാവിൻ്റെ കുതിരാലയത്തിൽ കുതിരക്കാരനായിട്ട് ജീവിക്കുകയായിരുന്നു. ഇപ്പം ഇവിടെ ദമയന്തിയുടെ സ്വയംവരം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഋതുപർണ രാജാവ് വേഗം വരാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. അദ്ദേഹം എനിക്ക് അക്ഷഹൃദയ മന്ത്രം ഉപദേശിച്ചു. അതോടുകൂടി എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന കലിയും കാർക്കോടകൻ്റെ വിഷവും എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു. ഞാൻ പഴയ നളൻ തന്നെയായി എന്ന് പറഞ്ഞാൽ അങ്ങനെ ദമയന്തിയും നളനും കൂടി യോജിക്കുകയും തങ്ങളുടെ കുട്ടികൾ അവരുടെ കൂടെ എത്തുകയും ചെയ്തു. ദമയന്തിയുടെ അച്ഛൻ്റെ കുണ്ഠിനപുരി രാജാവിൻ്റെ സൈന്യ സഹായത്തോടു കൂടിയിട്ട് തൻ്റെ രാജ്യമായ അയോധ്യ യുദ്ധം ചെയ്ത് ജയിച്ച പുഷ്കരനെ ഓടിച്ച് നള മഹാരാജാവ് അയോധ്യയിലെ രാജാവായി വാഴുകയും ചെയ്തു. കാലി ബാധിച്ചതിൻ്റെ ഒരു ദോഷം എന്തൊക്കെയാണ് നളന് പറ്റിയത്? രാജ്യം നഷ്ടപ്പെട്ടു, രാജകീയ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു, സർവ്വ ആഭരണങ്ങളും രാജകീയ സുഖഭോഗങ്ങൾ സർവ്വതും നഷ്ടപ്പെട്ടു, ഖജനാവ് മുഴുവൻ കാലിയായി, നാട് വിട്ടോടേണ്ടി വന്നു, കുട്ടികളെ വേർപിരിയേണ്ടി വന്നു, കാട്ടിൽ വെച്ച് തൻ്റെ ഭാര്യയെയും വേർപെട്ടു, മറ്റൊരാളുടെ കീഴിൽ കുതിരക്കാരനായിട്ട് ജീവിക്കേണ്ടി വന്നു, കാർക്കോടകൻ്റെ വിഷം ബാധിച്ച് താൻ വിരൂപനായി. എന്തൊക്കെ ഭവിഷ്യത്ത് പറ്റി? എല്ലാം വിട്ട് മാറി അകന്ന് വീണ്ടും പഴയ നളമഹാരാജാവായിട്ട് അയോധ്യയിൽ ദമയന്തിയോടും കുട്ടികളോടും ഒപ്പം സുഖമായിട്ട് നളമഹാരാജാവ് രാജ്യം ഭരിക്കുകയും ചെയ്തു. ഇതാണ് നളചരിതം, നളൻ്റെ കഥ, നളൻ്റെ ചരിത്രം. അതാണ് നളചരിതം. മഹാനായ ഉണ്ണായി വാര്യർ എന്ന് പറയുന്ന ഒരു കലാകാരൻ കഥകളി എഴുതിയിട്ടുണ്ട്. അദ്ദേഹം കഥകളി പുസ്തകങ്ങൾ ഈ ഒരു നളചരിതം മാത്രമേ എഴുതിയിട്ടുള്ളൂ. 4 ദിവസം കൊണ്ട് ആടി തീരണം ഈ നളചരിതം മുഴുവനും. അതിനെ വെല്ലാനായിട്ട് അതിനേക്കാൾ മെച്ചപ്പെട്ടതായിട്ട് ഇന്ന് ഇതുവരെ വേറെ ഒരു കഥകളി ഉണ്ടായിട്ടില്ല. നളചരിതം ഇത് മഹാഭാരതത്തിലൊരു കഥയാണ് കേട്ടോ. ഈ കഥ ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. നളചരിതം ഇവിടെ തീർന്നു, പൂർണ്ണമായി. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം മറ്റുള്ളവരെ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു എനിക്കറിയാം. മറ്റുള്ളവരെ പ്രേരിപ്പിക്കണം, കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. ഞാൻ മാലിനി വാര്യർ. നന്ദി കേട്ടോ, എല്ലാവർക്കും നന്ദി.